ഗും ഗുരുഭ്യോ നമ. ഗം ഗണപതയേ നമ. സം സരസ്വത്യൈ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ദശകം 31 മഹാബലി ദർഭശമനം. പ്രീത്യാ ദൈത്യസ്തവ തനുമഃ പ്രേക്ഷണാൽ സർവദാപി ത്വാമാരാധ്യന്നജിതരജയന്നഞ്ജലിം സഞ്ജഗാത. മത്തഃ കിം തേ സമഭിലഷിതം വിപ്രസൂനോ വദത്വം വിത്തം ഭക്തം ഭവനമവനീം വാപി സർവം പ്രദാസ്യേ. അജിത ദൈത്യഃ തവ തനുമഃ പ്രേക്ഷണാത് പ്രീത്യാ ദൈത്യസ്തവ തനുമഃ പ്രേക്ഷണാത് സർവധാപി ത്വാമാരാധ്യന്നജിതരജയന്നഞ്ജലിം സഞ്ജഗാത. ആരാലും ജയിക്കപ്പെടാത്ത ഭഗവാനെ, മഹാബലി നിന്തിരുവടിയുടെ ശരീരത്തിന്റെ തേജസ്സു കണ്ട് സന്തോഷിച്ച് എല്ലാ പ്രകാരത്തിലും നിന്തിരുവടിയെ സന്തോഷിപ്പിക്കണമെന്ന് ഉറച്ച് കൈതൊഴുതുകൊണ്ട് പറഞ്ഞു, എന്നിൽ നിന്ന് അങ്ങ് ആഗ്രഹിക്കുന്നത് എന്താണ്? വാമനരൂപിയായ ഭഗവാൻ ബലി യാഗം ചെയ്യുന്ന നർമ്മദാ നദിയുടെ വടക്കേ തീരത്ത് യാഗശാലയിൽ എത്തിയപ്പോൾ മഹാബലി അദ്ദേഹത്തെ, മഹാബലി എന്നുള്ള പേര് പിന്നീടാണ് കിട്ടുന്നത്, ബലി എന്നേ ഉള്ളൂ പേര്. ബലി അങ്ങയുടെ ആഗ്രഹം എന്താണ് എന്ന് ചോദിച്ചു. വിപ്രസൂനോ, ബ്രാഹ്മണകുമാര അങ്ങ് പറയൂ. വിപ്രസൂനു എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണക്കുട്ടി. വദ പറയുക, വദത്വം നീ പറയൂ. മത്തഹ കിം എന്നിൽ നിന്ന്, മത്തഹ എന്ന് പറഞ്ഞാൽ എന്നിൽ നിന്ന്, കിം തേ സമഭിലഷിതം നിനക്ക് എന്ത് വേണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്, എന്തിനായിട്ട് വന്നു, എന്താണ് നിന്റെ ആവശ്യം എന്നാണ് ചോദിക്കുന്നത്. വിത്തം, ഇനിയിപ്പോ എന്തൊക്കെയാണ് ആകാൻ സാധ്യതയുണ്ട്? വിത്തമാണോ, ഭക്തം ഭക്ഷണമാണോ, ഭവനം അവനീം ഭവനമാണോ, വീടാണോ വേണ്ടത്, അവനി കുറച്ച് ഭൂമിയാണോ വേണ്ടത്, വാ അപി സർവം പ്രദാസ്യേ നീ ഇത് ഈ പറഞ്ഞ ലിസ്റ്റിൽപ്പെട്ടത് തന്നെ വേണമെന്നൊന്നുമില്ല, വേറെ എന്ത് വേണമെങ്കിലും ചോദിച്ചു. ഞാൻ കുറച്ച് ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. ഇതില് ഏത് വേണമെങ്കിലും ചോദിക്കാം, അല്ലെങ്കിൽ ഇതിലില്ലാത്തത് വേണമെങ്കിലും ചോദിക്കാം. ഏത് വേണമെങ്കിലും തരാൻ പ്രാപ്തിയുള്ള ആളാണ് ഞാൻ. അതാണ് ഈ ദർപ്പം. ബലിക്ക് അനവധിയായ ഗുണങ്ങളുണ്ട് എന്നല്ല, ദോഷം വളരെ വളരെ കുറവ്. ഈ ഒരൊറ്റ ചെറിയ ദോഷമേ ഉള്ളൂ. ഞാൻ ഭഗവാന്റെ ഭക്തനാണ്, ഭഗവാന്റെ കൃപ കൊണ്ട് എനിക്ക് എല്ലാം ഉണ്ട്, എനിക്കെല്ലാം കൊടുക്കാൻ പറ്റും, ഞാൻ കൊടുക്കുന്നയാളാണ്, ദാനിയാണ്. അങ്ങനെ സാത്വിക അഹങ്കാരത്തിന്റെ ഒരു പ്രതീകമാണ് ഈ ബലി. നമുക്ക് ഭക്തിയുള്ളവർക്കും അല്ലെങ്കിൽ ഭഗവാനെ ഭജിക്കുന്നവർക്കും വന്നു ചേരുന്ന ഒരു അഹങ്കാരമാണ് ഈ സാത്വിക അഹങ്കാരം. അതിനെ ഇല്ലായ്മ ചെയ്യാനായിട്ടാണ് ബലിയുടെ അടുത്തേക്ക് ഭഗവാൻ എത്തിയത്. ഇനി നമുക്ക് അടുത്ത ശ്ലോകത്തില് എന്ത് പറയുന്നെന്ന് നോക്കാം. ഭൂമിം പാദത്രയപരിമിതാം പ്രാർത്ഥയാമാസിതസ്ത്വം സർവം ദേഹി ദുനിഗതിതേ കസ്യ വാസ്യം ന വാസ്യാം. താമക്ഷീണാം ബലിഗിരമുപാകർണ്യ, തൻ്റെ സർവേശ്വരത്വം വെളിവാക്കുന്ന മഹാബലിയുടെ ആ വാക്കുകൾ, അതായത് എന്തും ചോദിച്ചോളൂ തരാം എന്ന് പറയണമെങ്കിൽ എല്ലാത്തിൻ്റെയും അധിപൻ ഞാനാണ് എന്നുള്ള ഒരു ഉള്ളിലെ ഉറച്ച ബോധ്യം കൊണ്ടല്ലേ അങ്ങനെ വരുള്ളൂ. അത് ഭഗവാന്റെ കൃപ കൊണ്ട് എല്ലാം കൈകാര്യം ചെയ്യാൻ എനിക്ക് സാധിക്കുന്നു എന്നേ നമ്മൾ കണക്കാക്കാവുള്ളൂ. എല്ലാം തരുന്നത് ഭഗവാനാണ്, ഭഗവാന്റെ കൃപ കൊണ്ടാണ്. ഭഗവാനാണ് എല്ലാത്തിൻ്റെയും യഥാർത്ഥ ഉടമസ്ഥൻ, അത് വിട്ടുപോകരുത്. എല്ലാം തരുന്നത് ഭഗവാനാണ്. തന്നു കഴിഞ്ഞാൽ നമ്മളത് മറക്കും. അത് പിന്നീട് സ്വന്തം എന്റേതാണ് എന്നുള്ള തോന്നലുണ്ടാകും. അവിടെയാണ് നമ്മൾക്ക് വീഴ്ച പറ്റുക. അപ്പൊ അതാണ് തൻ്റെ സർവേശ്വരത്വം വെളിവാക്കുന്ന വാക്കുകളാണ്. ഈ ഒരു ബ്രാഹ്മണ ബാലന് ആവശ്യം വരാവുന്ന കാര്യങ്ങളല്ല
ഭാഗവതത്തിലാണെങ്കിലും അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. വിപ്രകന്യ വേണോ, കുതിര വേണോ, ആന വേണോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോ ഈ കേട്ടിരിക്കുന്നവരൊന്ന് അറിഞ്ഞോട്ടെ, ഇതൊക്കെ എൻ്റെ കൈവശമുണ്ട്, എന്ത് വേണമെങ്കിലും കൊടുക്കാൻ കഴിവുള്ള ആളാണ് ബലി എന്ന് എല്ലാരും ഒന്ന് കേട്ടോട്ടെ എന്ന് ഉദ്ദേശിച്ചും കൂടെയാണ് ബലി ഇവിടെ പറയണത്. ത്വം കാരുണ്യപൂർണഃ അപി, നിന്തിരുവടി കാരുണ്യം നിറഞ്ഞവനാണെങ്കിലും ഈ മഹാബലിയുടെ അഹങ്കാരം തീർക്കണം എന്ന് കരുതി ദൈത്യവംശം പ്രശംസൻ. ഭഗവാൻ അങ്ങനെയാണ് സാധാരണ. അഹങ്കാരമാണെങ്കിൽ അതിനെ അങ്ങോട്ട് വർദ്ധിപ്പിച്ച് കൊടുത്തിട്ട് ഒരു വീഴ്ച, അപ്പോ ഉയർന്നു പോയി കഴിഞ്ഞിട്ടുണ്ടാവുന്ന വീഴ്ച ഭയങ്കര ആഘാതം ഉണ്ടാക്കും. ചെറിയ വീഴ്ചകൾ, ചെറിയ ഉയരത്തിൽ നിന്നുള്ള വീഴ്ചയേക്കാൾ ഭയങ്കരമായിരിക്കും ഉയരം കൂടിയ വീഴ്ച. അപ്പോ ആ അഹങ്കാരത്തെ ഒന്നും കൂടെ വർദ്ധിപ്പിക്കാനായിട്ട് അസുരവംശത്തെ പുകഴ്ത്തി. ദൈത്യവംശം പ്രശംസൻ. ദൈത്യവംശം എന്ന് പറഞ്ഞാൽ അസുരവംശം. അസ്യോത്സേകം ശമയിതുമന, ബലിയുടെ ദർപ്പം ഇല്ലാതാക്കുന്നതിന്, ശമിപ്പിക്കുന്നതിന് ആദ്യം ഒന്നും കൂടെ വർദ്ധിപ്പിക്കണമല്ലോ, ആ അഹങ്കാരത്തിന്റെ അളവ് ഒന്നും കൂടെ കൂട്ടാൻ വേണ്ടി അസുരവംശത്തെ പുകഴ്ത്തി. ദൈത്യവംശം പ്രശംസൻ. പാദത്രയ പരിമിതാം ഭൂമിം പ്രാർത്ഥയാമാസിധ. 3 അടി ഭൂമിയാണ് ചോദിച്ചത്. സർവം ദേഹി ഇതി നിഗദിതേ തു കസ്യ വാ ഹാസ്യം ന സ്യാത്. മുഴുവൻ തരൂ എന്ന് പറഞ്ഞാൽ ആർക്കാണ് പരിഹാസ്യമായി തോന്നുക? സർവം ദേഹി ഇതി നിഗദിതേ, എല്ലാവർക്കും പരിഹാസ്യമായേ തോന്നൂ. എന്ത് വേണമെങ്കിലും ചോദിച്ചുകൊള്ളൂ എന്ന് പറയുന്ന ആളോട് എല്ലാം ഇങ്ങ് തരൂ എന്ന് പറയുന്നത് മര്യാദയല്ലല്ലോ. വാസ്തവത്തിൽ ഭഗവാൻ സർവവും വാങ്ങാൻ ഒരുങ്ങി ചെന്നിട്ടുള്ളതാണ്. എന്തു വേണമെങ്കിലും തരാമെന്ന് മഹാബലി പറയുകയും ചെയ്തു. പക്ഷേ എല്ലാം ആവശ്യപ്പെടുന്നത് മര്യാദയല്ലാത്തത് കൊണ്ടും മഹാബലിയുടെ ഗർവം കുറച്ചുകൂടി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയും 3 അടി മണ്ണ് മാത്രമേ ഭഗവാൻ ചോദിച്ചുള്ളൂ. ഭഗവാനു കരുണയില്ലാഞ്ഞിട്ടല്ല, ബലിയുടെ അഹങ്കാരം ഒന്ന് ശമിപ്പിക്കണമെന്ന് മാത്രം വിചാരിച്ചു. ഇങ്ങോട്ട് മര്യാദയായി സംസാരിക്കുന്നവരോട് അങ്ങോട്ടും മര്യാദയായി സംസാരിക്കാഞ്ഞാൽ ജനങ്ങളുടെ പരിഹാസത്തിന് പാത്രമാവുമെന്ന് 4-ാം പാദം കൊണ്ട് നമുക്ക് 4-ാമത്തെ വരി, അതായത് സർവം ദേഹി ഇതി തു നിഗദിതേ, എന്ത് വേണമെങ്കിലും തരാം, എല്ലാം തരാം എന്ന് പറഞ്ഞിട്ട് ചോദിക്കണതിന്റെ അളവൊന്ന് നോക്കൂ. 3 അടി ഭൂമിയാണ് ചോദിക്കുക. അതും ഭാഗവതത്തില് വ്യക്തമായിട്ട് പറയുന്നുണ്ട്, എൻ്റെ കാലുകൊണ്ട് അളന്നെടുക്കുന്ന 3 ഭൂമി. മഹാബലിയുടെ അല്ലെങ്കിൽ വലിയൊരാളിന്റെ കാലും കൊണ്ട് അളക്കുന്നത് പോലുമല്ല, ഇതൊരു കൊച്ച് വാമനൻ എന്ന് പറയുമ്പോ തന്നെ ആള് വലിപ്പം തീരെ കുറവ്. അങ്ങനെ ആള് വലിപ്പം കുറഞ്ഞ ആളുടെ പാദത്തിന് എത്ര വലിപ്പം ഉണ്ടാകും? അങ്ങനെയുള്ള ആ പാദം കൊണ്ട് അളന്നെടുക്കുന്ന 3 അടി ഭൂമി എത്രമാത്രം ഉണ്ടാകും? എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ എന്ന് പറയുന്ന ഒരാളോട് 3 അടി ഭൂമി മതി, അതും എൻ്റെ കാലും കൊണ്ട്, ഈ കുഞ്ഞിക്കാലും കൊണ്ട് അളന്നെടുക്കുന്ന 3 അടി ഭൂമി എന്ന് പറയുന്നത് പരിഹസിക്കപ്പെടുന്നതാണ്. എല്ലാവരും എല്ലാവർക്കും കേൾക്കുമ്പോൾ പരിഹാസം തോന്നുന്ന ഒരു കാര്യമാണ്. വിശ്വേശം മാം നൃപദമിഹ കിം യാചസേ ബാലിശസ്ത്വം സർവാം ഭൂമിം വൃണുഹി മമുനീത്യാലപത്വാം സദൃപ്യൻ യസ്മാദർപാതൃപദ പരിപൂർത്യക്ഷമക്ഷേപവാദാൻ ബന്ധം ചാസാവഗമദദർഹോപി ഗാഢോപശാന്ത്യൈ. വിശ്വേശം മാം കിമിഹ ത്രിപദമിഹ കിം യാചസേ. വിശ്വേശനായ ഈ വിശ്വത്തിന്റെ മുഴുവനും ഭരണകർത്താവായ ഞാൻ, അധിപനായ എന്നോട് അല്ലെ യാചിക്കുന്നത്. യാചസേ ബാലിശസ്ത്വം, നിന്റെ വർത്തമാനമൊക്കെ കേട്ടാല് വളരെ പക്വമതിയായ ഒരാളുടെ, അറിവുള്ള ഒരാളുടെ വാക്കുപോലെ തോന്നുമായിരുന്നു. ഇപ്പൊ ഈ ചോദിച്ചത് കേട്ടാൽ ഒരു വെറും കുട്ടിക്കളി പോലെ 3 അടി ഭൂമി മതി എന്ന് ചോദിച്ചത് വളരെ
ബാലിശസ്ത്വമാണ്, ബാലസ്വഭാവം ആണ് അതിൽ കാണുന്നത്. സർവാം ഭൂമി മൃണു, ഈ ഭൂമി മുഴുവൻ വേണമെങ്കിൽ ചോദിക്കൂ. കാരണം എന്താണ്? 14 ലോകങ്ങളും മഹാബലിയുടെ കയ്യിലാണ്. അതിലൊരു ഭൂമിയായ, ഒരു പ്രദേശമായ ഈ ഭൂമി മുഴുവൻ തരാനും സമ്മതമാണ്. കിം അമുനേത്യാലപത്വാം സദൃപ്യൻ, അങ്ങനെ ദൃപ്തനായിട്ട് അഹങ്കാരിയായിട്ട് ബലി പറയുകയാണ്. ഭൂമി മുഴുവനും വേണമെങ്കിൽ ചോദിക്കൂ, സ്വീകരിക്കൂ. വൃണു എന്ന് പറഞ്ഞാൽ വരിക്കുക, സ്വീകരിക്കുക. ഭൂമി മുഴുവനും ആവശ്യപ്പെട്ടുകൊള്ളൂ. ഇതുകൊണ്ട് മാത്രം എന്താണ് കാര്യം? ഈ 3 അടി ഭൂമിയും കൊണ്ട് എന്താവാനാണ്? അത് നിന്റെ ഈ കുഞ്ഞിക്കാലും കൊണ്ട് അളന്നെടുത്ത് 3 അടി ഭൂമിയും കൊണ്ട് എന്താവാനാണ് എന്ന് മഹാബലി നിന്തിരുവടിയോട് അഹങ്കരിച്ച് സംസാരിച്ചു. ആ അഹങ്കാരം നിമിത്തം ബലി 3 അടി തികയ്ക്കാനാവാതെ അധിക്ഷേപ വാക്കുകളെയും ബന്ധനത്തെയും അത് അർഹിക്കുന്നവനല്ലെങ്കിലും തികച്ചും അടക്കമുണ്ടാവാൻ വേണ്ടി അനുഭവിക്കേണ്ടി വന്നു. യസ്മാത് ദർപ്പാത്, യാതൊരു ദർപ്പം കൊണ്ടോ, ദർപ്പം എന്ന് പറഞ്ഞ അഹങ്കാരം, ഏതൊരു ദർപ്പം കൊണ്ടോ, അതായത് വിശ്വേശ്വരനാണ് ഞാൻ, എന്നോട് ഈ 3 അടി ഭൂമി മാത്രമായിട്ട് ചോദിക്കരുത്, അത് എനിക്ക് നാണക്കേടാണ്. ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ, ആരെങ്കിലും ചോദിച്ചാൽ ഇതാരാണ് തന്നതെന്ന് ചോദിച്ചാൽ ബലി തന്നതാ 3 അടി ഭൂമി എന്ന് പറയുമ്പോൾ, ബലിയെ സംബന്ധിച്ച് ഇത്രയധികം ഉള്ള ഒരാള് വെറും 3 അടി ഭൂമി കൊടുത്തു എന്ന് പറഞ്ഞാൽ ബലിക്കത് മോശമാണ്. അതുകൊണ്ട് ചോദിക്കണത് മാറ്റി ചോദിക്കണം എന്നാണ് ബലി ആവശ്യപ്പെടുന്നത്. എന്നാൽ ആ അഹങ്കാരം, ആ ദർപ്പം 3 അടി തികയ്ക്കാൻ കഴിയാതെ വിഷമിക്കുന്ന അവസ്ഥയിലേക്കും ബന്ധനം സംഭവിച്ചവനാക്കിയും മാറ്റി തീർത്തു. അപ്പൊ അഹങ്കാരം അധപ്പതനത്തിന് കാരണമാണെന്ന് നമ്മൾ ഓരോ നിമിഷവും ഓർക്കേണ്ടതാണ്. നമുക്ക് ഏതെങ്കിലും തരത്തിൽ ഉയർച്ചയുണ്ട് എന്ന് തോന്നുന്ന നിമിഷം അത് ഭഗവാന്റെ കാരുണ്യം കൊണ്ടാണ് എന്ന് ഉറപ്പായിട്ട് മനസ്സിൽ വെക്കണം. ഇല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അധപ്പതനങ്ങൾ ജീവിതത്തിൽ ഉറപ്പാണ് എന്നും കൂടെ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതാണ്. നമുക്ക് അടുത്ത ശ്ലോകം നോക്കാം. മുദിതോ ഇഷ്ടപൈർനാപി തുഷ്യേതി ഇത്യുക്തേസ്മിൻ വരദ ഭവതേ ധാതുകാമേധതോയം ദൈത്യാചാര്യസ്തവ ഖലു പരീക്ഷാർത്ഥിന പ്രേരണാർത്ഥം മാമാദേയം ഹരിരയമിതി വ്യക്തമേവാബഭാഷേ. 3 അടി പാദത്രയ്യ എന്ന് പറഞ്ഞാൽ പാദം 3 തവണ വെച്ച് അളക്കുന്ന ഭൂമി, 3 അടി ഭൂമി കൊണ്ട്, അത് വാമനന്റെ മറുപടിയാണ്, മഹാബലിയോടുള്ള മറുപടി. ഇപ്പൊ ചോദിച്ചതൊക്കെ ഇരിക്കട്ടെ, അത് വിട്ടുകളഞ്ഞേക്കൂ, വേറെ മാറ്റി ചോദിച്ചോളൂ എന്നുള്ള രീതിയിലാണ് ബലി പറഞ്ഞത്. അപ്പോൾ വാമനൻ അതിന് മറുപടി പറയുകയാണ്. പാദത്രയ്യായതി മുദിത, 3 അടി ഭൂമി കൊണ്ട് സന്തോഷിക്കാത്തവൻ, യതി ന മുദിത, മുദിത എന്ന് പറഞ്ഞാൽ സന്തോഷിച്ചവൻ, ന മുദിത സന്തോഷിക്കാത്തവൻ, അതുകൊണ്ട് സന്തോഷിച്ചില്ലെങ്കിൽ വിഷ്ടപൈഹി അപി, ലോകങ്ങളെല്ലാം കിട്ടിയാലും സന്തോഷിക്കയില്ല. ന തുഷ്യേത്, ഇഷ്ടപൈഹി അപി ന തുഷ്യേത്, ലോകമെല്ലാം കിട്ടിയാലും 14 ലോകങ്ങളും കിട്ടിയാലും തൃപ്തി ഉണ്ടാവില്ല. ഉക്തേ അസ്മിൻ ഭവതേ അഥാ, അവിടുന്ന് പറകയാൽ ഈ ബലി അവിടുത്തേക്ക് ഉടനെ ജലം ദാനം ചെയ്യാൻ ഒരുങ്ങി. അതായത് വാമനൻ ബലിയുടെ വായടച്ചു. അത് ചോദിക്കൂ, ഇത് ചോദിക്കൂ, എനിക്ക് മോശമാണ്, ഈ 3 അടി ചോദിക്കുന്നത് മോശമാണ് എന്നൊക്കെ പിന്നെയും നിർബന്ധിച്ചപ്പോൾ വാമനൻ ഒറ്റ മറുപടി കൊണ്ട് തന്നെ ആ അഹങ്കാരത്തിന് ഒരു കൊട്ടുകൊടുത്തു. അതായത് 3 അടി ഭൂമി കൊണ്ട് സന്തോഷിക്കാൻ പറ്റാത്ത ഒരാൾക്ക് ലോകം മുഴുവനും കിട്ടിയാലും സന്തോഷിക്കാൻ സാധിക്കുകയില്ല. അതായത് നമ്മൾ നേട്ടങ്ങളൊക്കെ നേടുന്നത് സന്തോഷിക്കാനാവണം, മനഃശാന്തിക്കായിരിക്കണം. അതുണ്ടാവുന്നില്ലാത്ത നേട്ടങ്ങളൊക്കെ എന്തിന്? അപ്പോൾ 3 അടി കൊണ്ട് സന്തോഷിക്കാൻ കഴിയാത്തവന് 14 ലോകങ്ങൾ കിട്ടിയാലും സന്തോഷിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ ഉടനെ ഉക്തേ എന്ന് പറഞ്ഞാൽ പറഞ്ഞു,
അസ്മിൻ ഭവതേ അഥ, ഇനി വേറൊന്നും ആലോചിക്കാനില്ല. ഞാൻ കൊടുക്കുകയില്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 അടിയായിട്ട് ഞാൻ തരില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവൻ വേറെ ആരുടെയെങ്കിലും അടുത്ത് പോയി ചോദിക്കും. അത് അതിലും നാണക്കേടാണ്. മഹാബലിയോട് ഞാൻ ചോദിച്ചതാണ്, അദ്ദേഹം തന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നത് എന്ന് പറയാനിടയാവില്ലേ എന്ന് വിചാരിച്ച് അദ്ദേഹം ഒന്നും പറയാതെ ധാതുകാമേധതോയം, ദാനത്തിന്റെ ചടങ്ങായിട്ട് ആദ്യം വെള്ളം കൊടുത്തു. വരദ, അതായത് വരങ്ങളെ ദാനം ചെയ്യുന്നവനെ, വരദ പരീക്ഷാർത്ഥിന, ബലിയെ പരീക്ഷിക്കണമെന്ന് കരുതിയ നിന്തിരുവടി തന്നെ, തവ ഖലു പ്രേരണാത്, നിന്തിരുവടി തന്നെ പ്രേരണയാൽ അസുരഗുരുവായ ശുക്രമഹർഷി ബലിയോട് കൊടുക്കരുത് കൊടുക്കരുത്, ഇത് ഹരിയാണ്, വിഷ്ണുവാണ് എന്ന് തുറന്നു തന്നെ പറഞ്ഞു. ബലി അതുവരെ അങ്ങനെ ഇത് വന്നിരിക്കുന്നത് വിഷ്ണുവാണ് എന്ന് ധരിച്ചിരുന്നില്ല. എന്തോ ഭയങ്കര ഒരു ഇഷ്ടം, അല്ലെങ്കിൽ ഒരു അടുപ്പം, ഒരു ഭക്തി, ബഹുമാനമൊക്കെ തോന്നിയിരുന്നു ഈ വാമനനെ കണ്ടപ്പോൾ ബലിക്ക്. പക്ഷെ ഇത് വിഷ്ണുവാണ് എന്ന് ബലി അറിഞ്ഞിരുന്നില്ല. അപ്പൊ ഈശ്വരനെ കാണിച്ചു കൊടുക്കുന്നത്, ഒരാൾക്ക് ഈശ്വരനെ കാണിച്ചു കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഈശ്വരനെ കാണാനുള്ള വഴി കാണിച്ചു കൊടുക്കുന്ന ആളാണ് ഗുരു. അപ്പോൾ അസുരന്മാരുടെ ഗുരുവായ ശുക്രാചാര്യര് ബലിയോട് വന്ന് പറയുകയാണ്, ഈ വന്നിരിക്കുന്നത് ആരാണെന്നറിയാമോ? വിഷ്ണു തന്നെയാണ് നിന്നോട് ചോദിക്കാൻ വന്നിരിക്കുന്നത്. നിനക്ക് അബദ്ധമാണ് പറ്റുന്നത്. നീ കൊടുക്കാമെന്ന് പറഞ്ഞത് തന്നെ കഷ്ടമായിപ്പോയി. കൊടുക്കാതിരിക്കുകയാണ് വേണ്ടത്. കൊടുത്താൽ എന്താണ് കുഴപ്പമെന്ന് വെച്ചാൽ കയ്യിലുള്ളത് എല്ലാം നഷ്ടപ്പെടും എന്ന് മാത്രമല്ല, ചോദിച്ചത്രയും കൊടുക്കാനും പറ്റില്ല. ഇപ്പോ ഈ കാണുന്ന രൂപമല്ല, ഇനി നീ കൊടുക്കാനുള്ള ചടങ്ങുകൾ ചെയ്തു കഴിയുമ്പോഴത്തേക്ക് ഈ രൂപം അങ്ങ് മാറും, ഇത് വലുതാകും, ത്രിവിക്രമ രൂപം സ്വീകരിക്കും ഭഗവാൻ. എന്നിട്ട് ഭൂമി തുടങ്ങിയ 14 ലോകങ്ങളും 2 പാദം കൊണ്ട് അളക്കും. 3-ാമത്തെ പാദം വെക്കാൻ ഇടവില്ലാതെയാകും. അത് നിന്നോട് ചോദിക്കും. നീ വാക്ക് പാലിക്കാത്തവനായി, കള്ളം പറഞ്ഞവൻ, തരാമെന്ന് പറഞ്ഞ വാക്ക് കള്ളവാക്കായി തീരും. അപ്പൊ കള്ളം പറഞ്ഞവനുമാകും, നഷ്ടം ഒന്നും അവശേഷിക്കില്ല, ഒന്നുമില്ലാത്തവനുമായി തീരും. എന്നാൽ എനിക്ക് തരാൻ പറ്റില്ല കേട്ടോ, ഞാൻ വിചാരിച്ചില്ല, എനിക്ക് തരാൻ പറ്റുന്നായിരുന്നു ഞാൻ വിചാരിച്ചേ, പക്ഷെ ഇപ്പോ മനസ്സിലായി, എനിക്ക് തരാൻ പറ്റില്ല കേട്ടോ എന്ന് പറഞ്ഞാൽ കയ്യിലുള്ള സാധനങ്ങള് ഉള്ളവ നഷ്ടപ്പെടില്ല. അപ്പോൾ ഏതാണ് ഭേദം? കൊടുക്കാമെന്ന് വെച്ച് ചടങ്ങെല്ലാം ചെയ്ത് കൊടുക്കുമ്പോൾ നഷ്ടപ്പെടുകയും ചെയ്യും, വാക്ക് പാലിക്കാൻ പറ്റാതെയും വരും. എനിക്ക് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ദാനം ചെയ്യാതിരുന്നാൽ വാക്ക് പാലിക്കാത്തവൻ എന്നൊരു ചീത്തപ്പേര് മാത്രമേ സംഭവിക്കുകയുള്ളൂ. അത് അസുരന്മാർക്ക് അതൊരു ചീത്തപ്പേരല്ല. അസുരന്മാരെ സംബന്ധിച്ച് വാക്കുപാലനം ഒന്നും വലിയ ധർമ്മമൊന്നുമല്ല. അതുകൊണ്ട് അത് പാലിക്കേണ്ട ആവശ്യമില്ല എന്നാണ് ശുക്രാചാര്യരുടെ പക്ഷം. അപ്പോൾ ഈ വന്നിരിക്കുന്നത് വിഷ്ണുവാണ്, ദേവന്മാർക്ക് കാര്യം സാധിച്ചു കൊടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്, നിന്നെ പറ്റിക്കാനാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം മനക്കണ്ണുകൊണ്ട് മനസ്സിലാക്കിയ ശുക്രാചാര്യര് ശിഷ്യനെ വിവരം ധരിപ്പിക്കുകയാണ്. അപ്പോൾ ബലി എന്താണ് ചെയ്തതെന്ന് നമുക്ക് അടുത്ത ശ്ലോകത്തിൽ നോക്കാം. യേവം യദി സ ഭഗവാൻ പൂർണ്ണകാമോസ്മി സോഹം ദാസ്യാമ്യേവ സ്ഥിരമിതി വദൻ കാവ്യശബ്ദോപി ദൈത്യ വിന്ധ്യാവല്യാ നിജദൈതയാ ദത്തപാദ്യായ തുഭ്യം ചിത്രം ചിത്രം സകലമപി സ പ്രാർത്ഥയത്തോയപൂർവം. അപ്പൊ ബലിയുടെ മറുപടിയാണ് രസകരമായിട്ടുള്ളത്. യാചത്യേവം യദി സ ഭഗവാൻ, ഭഗവാൻ യാചിക്കുകയാണെങ്കിൽ പൂർണ്ണകാമോസ്മി സോഹം, ഞാൻ പൂർണ്ണകാമനായി, എൻ്റെ ആഗ്രഹങ്ങളൊക്കെ സഫലമായ ആളായിത്തീർന്നു ഞാൻ. ദാസ്യാമ്യേവ, ഞാൻ കൊടുക്കുക തന്നെ ചെയ്യും. സ്ഥിരമിതി വദൻ, ഉറപ്പുള്ള മനസ്സോടുകൂടി ബലി പറഞ്ഞു, ഞാൻ കൊടുക്കുക തന്നെ ചെയ്യും. കാവ്യശബ്ദോപി ദൈത്യ, അപ്പോ
ശുക്രമഹർഷിയുടെ വേറെ പേരാണ്. ശുക്രമഹർഷിയാണ് ശപിക്കുന്നത്. കാവ്യശപ്ത, കാവ്യനാല് ശപിക്കപ്പെട്ട ബലി. ദൈത്യൻ, ഇവിടെ ദൈത്യൻ എന്ന് പറയുന്നത് ബലിയെയാണ് ഉദ്ദേശിക്കുന്നത്. കാവ്യശബ്ദോപി ദൈത്യ, ഗുരുവിന്റെ വാക്കിനെ നിന്ദിച്ചു. കൊടുക്കരുത് എന്ന് ഗുരു പറഞ്ഞപ്പോ ഗുരുവിനെ അനുസരിക്കുകയാണ് എന്ന് പറഞ്ഞ് രക്ഷപ്പെടാമായിരുന്നു ബലിക്ക് വേണമെങ്കിൽ. ഗുരു പറഞ്ഞു കൊടുക്കരുതെന്ന്, അതുകൊണ്ട് ഞാൻ തരൂല്ല കേട്ടോ എന്ന് വേണമെങ്കിൽ പറയാമായിരുന്നു. പക്ഷേ ഭഗവാനാണ് വന്നിരിക്കുന്നതെങ്കിൽ, അതായത് ഭഗവാനോട് അനുകൂലമായിട്ടുള്ള കാര്യങ്ങളിൽ ആര് തടസ്സം നിന്നാലും നമ്മളത് അനുസരിക്കേണ്ടതില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അച്ഛനാകട്ടെ, അമ്മയാകട്ടെ, അടുത്ത ബന്ധുക്കൾ ആരുമാകട്ടെ, ഗുരു പോലുമാകട്ടെ, ഗുരു നിന്ദ ഒരിക്കലും ചെയ്യരുതെന്നാണ്. പക്ഷെ ഭഗവാന് കൊടുക്കണ്ട, അല്ലെ ഭഗവാനെ ഭജിക്കണ്ട എന്ന് പറയുന്ന ഗുരുവിനെ പോലും നമുക്ക് ധിക്കരിക്കാം, അനുസരിക്കേണ്ടതില്ല എന്നാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ പരമലക്ഷ്യം ഈശ്വരപ്രാപ്തിയാണ്. അപ്പൊ ഈശ്വരനെ സമർപ്പിക്കുകയാണ് വേണ്ടത്. അതിനെപ്പോഴൊക്കെ അവസരം ലഭിക്കുന്നോ അതൊന്നും ഒരു കാരണവശാലും നഷ്ടപ്പെടുത്തരുത് എന്നാണ് ഈ ബലിയുടെ കഥ നമ്മളെ മനസ്സിലാക്കിക്കുന്നത്. അങ്ങനെ ഗുരു നിനക്ക് എല്ലാ ഐശ്വര്യങ്ങളും നഷ്ടപ്പെട്ടു പോകട്ടെ, അത് സംഭവിക്കാനിരിക്കുന്ന കാര്യം തന്നെയാണ്, എന്നാലും അങ്ങനെ ശപിക്കുകയും കൂടെ ചെയ്തു. വിന്ധ്യാവല്യാ നിജദൈതയാ, വിന്ധ്യാവലി എന്നാണ് ബലിയുടെ ഭാര്യയുടെ പേര്. നിജദൈതയാ, ഇതെല്ലാം പറഞ്ഞിട്ട് ബലി ഭാര്യയെ നോക്കി. അവൾക്കിനി അഭിപ്രായ വ്യത്യാസമുണ്ടോ? ഒരു കാര്യം, കുടുംബത്തിൽ ഒരു കാര്യം ചെയ്യുമ്പോൾ ഭാര്യയുമായിട്ടൊന്ന് ആലോചിക്കണ്ടേ? താൻ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞു, എന്നാലും അവളുടെ മുഖത്ത് എന്താണ് എന്നറിയാൻ വേണ്ടി നോക്കിയപ്പോൾ അവൾ എന്തുകൊണ്ടാണ് ദാനം ചെയ്യാത്തത്, വേഗം ചെയ്യൂ എന്ന് പറയുന്ന ഒരു മനോഭാവമാണ് അവളുടെ മുഖത്ത് കണ്ടത്. ദത്തപാദ്യായ തുഭ്യം, ദാനം ചെയ്യാനുള്ള ചടങ്ങുകളിലേക്ക് കടന്നു. പാദ്യം നൽകി, പാദം കഴുകുന്ന ജലം വിന്ധ്യാവലി ഒഴിച്ചു കൊടുത്തു. ദത്തപാദ്യായ തുഭ്യം ചിത്രം ചിത്രം സകലമപി സ പ്രാർപ്പയത്തോയപൂർവം. അത്ഭുതം തന്നെ, ആരെങ്കിലും ഇങ്ങനെ ചെയ്യാൻ മുതിരുമോ? സകലമപി സ പ്രാർപ്പയത്, എല്ലാം അവൻ ആ ബലി അർപ്പിച്ചു. തോയപൂർവം, വെള്ളത്തോടുകൂടെയാണ് സമർപ്പിക്കുക, ദാനം ചെയ്യുന്നത്. അത്ഭുതം തന്നെ. ഇങ്ങനെയുള്ളവര് വളരെ അപൂർവം, വളരെ അപൂർവം എന്നാണ് ചിത്രം ചിത്രം എന്നുള്ള പദങ്ങൾ കൊണ്ട് സൂചിപ്പിക്കുന്നു. അത്ഭുതം തന്നെ, അപൂർവം തന്നെ. ഇങ്ങനെയുള്ളവര് വളരെ വളരെ അപൂർവമായിരിക്കും. അങ്ങനെ ദാനത്തിന്റെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞപ്പോൾ ഭഗവാൻ എന്തു ചെയ്തു? ഭഗവാൻ വാമന രൂപം ഉപേക്ഷിച്ച് ത്രിവിക്രമ രൂപത്തിലേക്ക് മാറി. ആകാശം മുട്ട എല്ലാ ലോകങ്ങളെയും അളക്കാൻ പോകുന്ന കാലുകളോടുകൂടിയ ത്രിവിക്രമ രൂപത്തെ പ്രാപിച്ച് 3 ലോകങ്ങളും അല്ലെങ്കിൽ 14 ലോകങ്ങളും ഭഗവാൻ 2 അടി കൊണ്ട് അളന്നെടുത്തു. ഇനി ഈ കഥയുടെ ബാക്കി അടുത്ത ശ്ലോകത്തിൽ നമുക്ക് കാണാം. നിസ്സന്ദേഹം ദിതികുലപതൗ ത്വയ്യശേഷാർപ്പണം തത് വ്യാതന്വാനേ മുമുചുർഷയ സാമരാ പുഷ്പവർഷം ദിവ്യം രൂപം തവ ച തദിദം പശ്യതാം വിശ്വഭാജാം ഉച്ചൈരുച്ചൈരൗധദവധീകൃത്യ വിശ്വാണ്ഡഭാണ്ഡം. നിസ്സന്ദേഹം ദിതികുലപതൗ, ഒരു ചെറിയ സംശയം പോലും ഉണ്ടായില്ല. ഗുരു പറഞ്ഞതാണ് നിസ്സന്ദേഹം എന്ന് പറഞ്ഞാല്, സന്ദേഹം എന്ന് പറഞ്ഞാൽ സംശയം, നിസ്സന്ദേഹം എന്ന് പറഞ്ഞാൽ സംശയത്തിന്റെ ലേശം പോലും ഇല്ലാതെ. ദിതികുലപതൗ, ദിതികുലപതി ബലി, അസുര ചക്രവർത്തിയായ ബലി സംശയം ഒട്ടും ഇല്ലാതെ നിന്തിരുവടിക്ക് ആ സർവസ്വദാനം ചെയ്തു. അപ്പോൾ ദേവന്മാരും മഹർഷിമാരും പൂമഴ പെയ്തു. ഭഗവാന്റെ ത്രിവിക്രമ രൂപത്തിന് അർച്ചിക്കാൻ വെച്ച പൂക്കള് ബലിക്കായിട്ടവര് അർപ്പിച്ചു. അത്ര പോലും അവർ അത്ഭുതപ്പെട്ടു പോയി ബലിയുടെ മനസ്ഥൈര്യം കണ്ടിട്ട്. ദിവ്യം രൂപം തവ ച തദിദം
പശ്യതാം വിശ്വഭാജാം. നിന്തിരുവടിയുടെ ആ ദിവ്യമായ രൂപം ലോകവാസികൾ നോക്കിക്കൊണ്ടിരിക്കെ ബ്രഹ്മാണ്ടത്തോളം ഉയർന്നുയർന്നു വളർന്നു. ആ ത്രിവിക്രമ രൂപത്തെ ഭഗവാൻ സ്വീകരിച്ചു. ദിവ്യം രൂപം തവ ച തദിദം പശ്യതാം, കാണാൻ സാധിച്ചു. വിശ്വഭാജാം, ലോകർക്ക് മുഴുവൻ കാണാൻ സാധിച്ചു. ഉച്ചൈരുച്ചൈരവൃധദവധീകൃത്യ വിശ്വാണ്ടഭാണ്ഡം. അവധീകൃത്യ എന്ന് പറഞ്ഞാൽ അളന്നെടുക്കുക. വിശ്വത്തെ മൊത്തം ഭഗവാൻ രണ്ടടി കൊണ്ട് അളന്നു എന്നാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം. ഇനി നമുക്ക് അടുത്ത ശ്ലോകം നോക്കാം. അൽപാദാഗ്രം നിജപദഗതം പുണ്ടരീകോത്ഭവോऽസൗ കുണ്ഡീതോയൈരസിചദപുനഃ വിശ്വലോകാൻ ഹർഷോത്കർഷാത് സുബഹുനനൃതേ ഖേചരൈരുത്സവേസ്മിൻ ഭേരീം നിഘ്നൻ ഭുവനമചര ജാംബവാൻ ഭക്തിശാലി. അസൗ പുണ്ടരീകോദ്ഭവഃ ത്വത്പാദാഗ്രം നിജപദഗതം. ആ ബ്രഹ്മാവ് തന്റെ ലോകത്തിലെത്തിയ നിന്തിരുവടിയുടെ തൃക്കാലിന്റെ അഗ്രഭാഗത്തെ കിണ്ടിയിലെ വെള്ളം കൊണ്ട് കഴുകിച്ചു. കുണ്ടീതോയൈ, കമണ്ഡലുവിലെ ജലം കൊണ്ട് കഴുകിച്ചു. യജ്ജലം വിശ്വലോകാനപുനാത്, ആ ജലമാണ് എല്ലാ ലോകങ്ങളെയും പരിശുദ്ധമാക്കുന്ന ഗംഗയായി തീർന്നത്. ആകാശഗംഗയായിട്ട്. അതായത് ബ്രഹ്മാവ് ഇരിക്കുന്നത് സത്യലോകത്താണ്. എല്ലാ ലോകങ്ങളുടെയും ഏറ്റവും ഉയരെയുള്ള ലോകമാണ് സത്യലോകം. ആ സത്യലോകത്തെത്തിയ ഭഗവാന്റെ പാദങ്ങളെയാണ് ബ്രഹ്മാവ് കഴുകിച്ചത്. ആ ജലം ഒഴുകി ആകാശഗംഗയായി തീർന്നു. ആ ഗംഗയാണ് പിന്നീട് ഭഗീരഥൻ തപസ്സിലൂടെ തൻ്റെ പിതൃക്കൾക്ക് വേണ്ടി ഭൂമിയിലേക്ക് ഒഴുക്കിയത്. സന്തോഷാധിക്യത്താൽ ദേവഗന്ധർവാദികൾ വളരെ വളരെ നൃത്തം വെച്ചു. ഹർഷോത്കർഷാത് സുബഹു നനൃതേ ഖേചരൈഹി. ഖേചരൈ എന്ന് പറഞ്ഞാൽ, ഖേ എന്ന് പറഞ്ഞാല് ആകാശം, ആകാശത്തിൽ ചരിക്കുന്നവര്. ദേവഗന്ധർവാദികളാണ് ആകാശസഞ്ചാരികൾ. ഭേരീം നിഘ്നൻ ഭുവനമചര ജാംബവാൻ ഭക്തിശാലി. ഈ മഹോത്സവത്തിൽ വലിയ ഭക്തനായ ജാംബവാൻ ഭേരി എന്ന് പറഞ്ഞാൽ പെരുമ്പറയടിച്ചുകൊണ്ട് ലോകം മുഴുവൻ സഞ്ചരിച്ചു. ഭുവനം അചരത്, ഭുവനം എന്ന് പറഞ്ഞാൽ ലോകം, അചരത് എന്ന് പറഞ്ഞാൽ സഞ്ചരിച്ചു. ലോകത്ത് മുഴുവനും ഈ സംഭവത്തെ കേൾപ്പിച്ചു. ജാംബവാൻ ഭേരി മുഴക്കി അറിയിച്ചു. ഇനി നമുക്ക് എട്ടാമത്തെ ശ്ലോകം നോക്കാം. ദേവോപേതൈർഭവദനുചരൈ സംഗതാ ഭംഗമാപൻ കാലാത്മായം വസതി പുരതോ യദ്വശാത് പ്രാഗ്ജിതാസ്മ കിം വോ യുദ്ധൈരിതി ബലിഗിരാ തേധപാതാളമാപു. ദേവാ താവത് അതിനുശേഷം അപ്പോൾ താവദ്ദൈത്യാസ്ത്വനുമതിമൃതേ ഭർത്തുരാരബ്ധയുദ്ധാ. ഭർത്തുഹു അനുമതി മൃതേ, ഭർത്താവിന്റെ, അതായത് മഹാബലി സത്യം പറഞ്ഞതുകൊണ്ട് ബന്ധനസ്ഥനായി തീർന്നു. ആ ബലിയുടെ അനുമതി ഇല്ലാതെ ഗുരുവായൂരപ്പ. അപ്പോൾ അസുരന്മാരാകട്ടെ തങ്ങളുടെ നാഥനായ മഹാബലിയുടെ സമ്മതം കൂടാതെ, അനുമതി ഹൃദേ, അനുമതി കൂടാതെ എന്നാണ് അതിന്റെ അർത്ഥം. ആരബ്ധയുദ്ധ, യുദ്ധം തുടങ്ങി. മഹാബലിയുടെ, തങ്ങളുടെ നാഥനായ ബലിയുടെ സമ്മതം കൂടാതെ യുദ്ധം ആരംഭിച്ചു. ഉപേതൈഹി ഭവദനുചരൈഹി, പെട്ടെന്ന് വന്നു ചേർന്ന അവിടുത്തെ കിങ്കരന്മാരോട് ഏറ്റുമുട്ടി തോൽവിയടഞ്ഞു. കാലാത്മാ അയം പുരതഃ വസതി, കാലസ്വരൂപനാണ് ഈ മുമ്പിൽ നിൽക്കുന്നത്. യദ്വശാത് പ്രാഗ്ജിതാഹ സ്മ, ആ കാലത്തിന്റെ അനുഗ്രഹം കൊണ്ടാണ് പണ്ടു നാം ജയിച്ചത്. നമ്മളെ ഇത്രയും കാലവും ദേവേന്ദ്രനെ അടക്കം മറ്റു ലോകങ്ങളെയൊക്കെ
ജയിച്ച് ഭരിച്ചുകൊണ്ടിരുന്നത് ഈ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ്. നിങ്ങളുടെ യുദ്ധങ്ങളെ കൊണ്ട് എന്തു പ്രയോജനം എന്നുള്ള മഹാബലിയുടെ വാക്കിനാൽ അവർ ഉടനെ പാതാളത്തിലേക്ക് പോയി. അങ്ങനെ പാതാളം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ 14 ലോകങ്ങളെ 3ആയിട്ട് പറയുമ്പോൾ സ്വർഗം, ഭൂമി, പാതാളം എന്ന് പറയുന്നു എന്നേ ഉള്ളൂ. അല്ലാതെ ബലിയെ ഈ ത്യാഗം ചെയ്തത് കൊണ്ട് കിട്ടിയ പേരാണ് മഹാബലി എന്ന്. അതായത് അദ്ദേഹം ചെയ്തത് ഗുരു വിവരങ്ങളൊക്കെ ധരിപ്പിച്ചിട്ടും വന്നിരിക്കുന്നത് വിഷ്ണുവാണ്, ത്രിവിക്രമ രൂപം സ്വീകരിച്ച് നിന്റേതെല്ലാം അപഹരിക്കും, നിന്നെ ബന്ധനസ്ഥനാക്കും എന്നുള്ള വിവരമെല്ലാം ഗുരു അറിയിച്ചിട്ടും ഒരു മടിയും കൂടാതെ ഭഗവാനാണ് വന്നതെങ്കിൽ ഭഗവാന് കൊടുക്കുക തന്നെയല്ലേ വേണ്ടത്. അല്ലെങ്കിൽ ഭഗവാന് കൊടുക്കുക എന്ന് പറഞ്ഞാൽ സത്യത്തിൽ എന്താണ്? ഭഗവാൻ തന്നത് നമ്മൾ ഭഗവാനായിട്ട് സമർപ്പിക്കുന്നു എന്നേ ഉള്ളൂ. നമുക്ക് ഭഗവാൻ തരുന്നതല്ലാതായിട്ട് എന്താണുള്ളത്? നമ്മൾ പോലും ഭഗവാന്റേതല്ലേ. അങ്ങനെ ഭഗവാനെ കുറിച്ച് ഉത്തമ ബോധ്യമുള്ള ബലി അത് ബോധ്യപ്പെടുമാറു പെരുമാറിയപ്പോൾ കിട്ടിയ പേരാണ് മഹാബലി എന്നുള്ളത്. അപ്പോൾ ശരിക്കും കഥകളില് വ്യാഖ്യാനിക്കപ്പെടുന്നത് ഈ പാതാളം എന്ന പ്രയോഗം കൊണ്ടാണ്. പക്ഷേ പാതാളം എന്നിവിടെ പ്രതിപാദിച്ചത് ഭൂമിക്ക് താഴെയുള്ള ലോകങ്ങളെ എല്ലാം കൂടെ ചേർത്താണ്. അതിലൊരു ലോകമായ സുതലത്തിലേക്കാണ് ബലിയെ ഭഗവാൻ അയക്കണത്. ഈ സുതലം എന്ന് പറഞ്ഞാലോ ഭൂമിക്ക് താഴെയാണെങ്കിലും സ്വർഗത്തേക്കാൾ സുന്ദരമായ ലോകമാണ് ഈ സുതലം. അത് ഭാഗവതത്തിൽ അങ്ങനെ തന്നെ പറയുന്നുണ്ട്. സ്വർഗത്തേക്കാൾ സുന്ദരമായി സ്വർഗിഭി പ്രാർത്ഥ്യം, സ്വർഗത്തിലിരിക്കുന്നവർ പോലും പ്രാർത്ഥിക്കുന്നത് ഞങ്ങളെ സുതലത്തിലേക്ക് എത്തിക്കണേ എന്നാണ്. അത്രയ്ക്ക് സ്വർഗത്തേക്കാൾ സുഖകരമായ ലോകമാണ് സുതലം. ആ സുതലത്തിലേക്കാണ് ബലിയെ അയക്കുന്നത്, അല്ലെങ്കിൽ മഹാബലിയെ കുടുംബസമേതം എല്ലാ ബന്ധുമിത്രാദികളോട് കൂടെയാണ് അങ്ങോട്ട് അയക്കുന്നത് എന്ന് മാത്രമല്ല ഭഗവാൻ തന്നെ അവിടെ കാവൽക്കാരനായിട്ട് നിൽക്കുന്നുമുണ്ട്. അങ്ങനെ ഉള്ള ഭൂമിക്ക് താഴെയുള്ള 7 ലോകങ്ങളെയും ചേർത്ത് പാതാളം എന്ന് പറയുന്നതിൽ നിന്നാണ് ബലിയെ പാതാളത്തിലേക്കാണ് അയച്ചത് എന്ന് പറയുന്നത്. യഥാർത്ഥത്തില് ഭഗവാൻ അവിടെ കാവൽക്കാരനായിട്ട് ബലിക്ക് കൈങ്കര്യം ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. മാത്രവുമല്ല ഈ ബലി 100 യാഗങ്ങൾ ചെയ്തയാളാണ്. അതുകൊണ്ട് 100 യാഗം ചെയ്തു കഴിഞ്ഞാൽ ദേവേന്ദ്രനാകാൻ സാധിക്കും. പിന്നീടൊരു കാലത്ത് ഈ ബലി ഇന്ദ്രപദവിയിൽ എത്തുന്നുണ്ട്. അപ്പോൾ സുതലത്തിലിരിക്കെ ഭഗവാൻ കൈങ്കര്യം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ ബലിയുടെ മഹത്വം എന്താണ്? നമ്മൾ ഈ പുരാണ കഥകളെ വളച്ചൊടിക്കുന്നവരുടെ കൈകളിൽ ഈ അറിവുകൾ എത്തുമ്പോഴുള്ള കുഴപ്പമാണ് സംഭവിച്ചത്. അത് ഒന്നും മനസ്സിലാക്കാത്ത കുട്ടികൾ തെറ്റിദ്ധരിക്കാൻ ഇടയാകുന്നു എന്ന് മാത്രം. ഇനി നമുക്ക് അടുത്ത ശ്ലോകം നോക്കാം. താർത്തീകം ദിശമമ പദം കിംന വിശ്വേശ്വരോസി പാദം മൂർധ്നി പ്രണയ ഭഗവൻ ഇത്യകമ്പം വദന്തം പ്രഹ്ലാദസ്തം സ്വയമുപഗതോ മാനയന്നസ്തവീത്വാം. പാശൈർബദ്ധം പക്ഷിശ്രേഷ്ഠനായ ഗരുഡനാൽ വരുണപാശങ്ങളെ കൊണ്ട് ബലി ബന്ധിപ്പിക്കപ്പെട്ടു. അസുരനായ മഹാബലിയോട് നിന്തിരുവടി ഉറക്കെ പറഞ്ഞു, 3ാമത്തെ അടി എനിക്ക് തരിക, നീ ലോകനാഥനല്ലേ എന്ന്. നീ വിശ്വേശ്വരനാണ് എന്നല്ലേ എന്നോട് പറഞ്ഞത്, എന്നിട്ട് 3ാമത്തെ അടി എവിടെ എന്ന് ത്രിവിക്രമ രൂപത്തെ വെടിഞ്ഞ് വീണ്ടും വാമന രൂപം സ്വീകരിച്ച് ബലിയുടെ മുമ്പിലെത്തിയ ഭഗവാൻ ചോദിക്കുന്നു. അപ്പോൾ ബലിക്ക് കാര്യങ്ങൾ മനസ്സിലായി. ഭഗവാൻ എന്തിനാണ് ഇപ്പൊ ഇങ്ങനെ വന്നത് എന്നുള്ളത് ബലിക്ക് അപ്പോഴാണ് ശരിക്കും മനസ്സിലായത്.
എനിക്ക് ദാനം ചെയ്യാൻ സാധിക്കും, ദാനം ചെയ്യാൻ തക്ക ഐശ്വര്യം സമ്പത്ത് എനിക്കുണ്ട് എന്നുള്ള അഹങ്കാരം, അത് എവിടുന്ന് കിട്ടി, ആരുടെ അനുഗ്രഹം കൊണ്ട് കിട്ടി എന്നുള്ളത് മറന്ന് പറഞ്ഞു പോയതാണ് തൻ്റെ തെറ്റ് എന്ന് ബലി മനസ്സിലാക്കുന്നു. അപ്പോൾ ബലി പറഞ്ഞു, എൻ്റെ വാക്ക് സത്യമാക്കുന്നത് ഞാൻ തന്നെ എൻ്റെ കഴിവുകൊണ്ടാണെന്നാണ് ഞാൻ ഇതുവരെ വിചാരിച്ചത്. പക്ഷേ ഭഗവാനെ, എൻ്റെ വാക്കിനെ സത്യമാക്കാൻ അവിടുത്തേക്ക് കാരുണ്യമുണ്ടെങ്കിൽ അങ്ങേക്ക് സാധിക്കും. അതുകൊണ്ട് ആ കാരുണ്യം എന്നോട് കാണിക്കണേ. അങ്ങനെയാണെങ്കിൽ എന്തു ചെയ്യണം? പാദം മൂർധ്നി പ്രണയ ഭഗവൻ നിത്യകമ്പം വദന്തം. ആ മൂന്നാമത്തെ പാദം, ഇപ്പൊ 2 പാദമല്ലേ വെച്ചല്ലേ അളക്കാൻ പറ്റുള്ളൂ. ആ മൂന്നാമത്തെ പാദം ത്രിവിക്രമ രൂപം ഇനി സ്വീകരിക്കാതെ ഈ വാമന രൂപത്തിൽ ഇരിക്കുന്ന ഭഗവാന്റെ പാദം കൊണ്ട് അളക്കാമെങ്കിൽ അത് കൃത്യമാണ് എൻ്റെ തലയിൽ. എൻ്റെ തലയിൽ ആ പാദം വെച്ച് അളക്കുക. അപ്പോൾ എൻ്റേതെല്ലാം എടുത്തു, എന്നെയും കൂടി അങ്ങ് സ്വീകരിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. ഭഗവാനെ, തൃക്കാലടി എൻ്റെ തലയിൽ വെച്ചുകൊണ്ടാലും. പാദം മൂർത്തിനി പ്രണയ ഭഗവൻ നിത്യ അകമ്പം വദന്തം. യാതൊരു ചാഞ്ചല്യവുമില്ലാതെ, അകമ്പം എന്ന് പറഞ്ഞാല് ഇളക്കമില്ലാതെ പറഞ്ഞു. യാതൊരു എന്നെയും, അല്ലെങ്കിൽ എൻ്റേതെല്ലാം ഭഗവാൻ എടുത്തു, എന്നെയും കൂടെ ചവിട്ടിക്കോളൂ എന്നാണോ പറയണത്? ആ തൃക്കാൽ തൻ്റെ തലയിൽ വയ്ക്കുമ്പോൾ ആ ഭക്തൻ ധന്യനാവുകയാണ്. ഇതി അകമ്പം വദന്തം എന്ന് ഭയം കൂടാതെ പറയുന്ന ആ മഹാബലിയെ മാനിച്ചുകൊണ്ട് പ്രഹ്ലാദൻ തന്നെത്താൻ വന്ന് നിന്തുരുവടിയെ സ്തുതിച്ചു. പ്രഹ്ലാദന്റെ പേരക്കുട്ടിയാണ്, മകന്റെ മകനാണ് ബലി. അപ്പോൾ പ്രഹ്ലാദൻ വന്ന് ഭഗവാനെ സ്തുതിച്ചു. പ്രഹ്ലാദസ്തം സ്വയം ഉപഗതോ മാനയന്നസ്തവീത്വാം. നമുക്ക് അടുത്ത ശ്ലോകം നോക്കാം. വിഹിതമഖിലം ദൈത്യസിദ്ധോസി പുണ്യൈ ലോകസ്തേസ്തു ത്രിദിവ വിജയീ വാസവത്വം ച പശ്ചാൽ മത്സായുജ്യം ഭജ പുനരന്യഗൃഹ്ണാബലീംഗം വിപ്രൈ സന്ദാനിതമഘവര പാഹി മാതാലയേശ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. വിഹിതമഖിലം ദർപ്പോച്ഛിത്യൈ. ഞാൻ ചെയ്തതെല്ലാം അഹങ്കാരം നീക്കാൻ വേണ്ടിയാണ്. ദൈത്യ പുണ്യൈഹി സിദ്ധഹാസി. അല്ലയോ അസുരശ്രേഷ്ഠ, പുണ്യങ്ങൾ നിമിത്തം നീ സകല സിദ്ധികളും കൈവന്നവനായിരിക്കുന്നു. ത്രിദിവ വിജയീ ലോകഃ തേ അസ്തു. സ്വർഗത്തേക്കാൾ ശ്രേഷ്ഠമായ ലോകം നിനക്കു ഭവിക്കട്ടെ. പശ്ചാൽ വാസവത്വം ച. പിന്നീട് ഇന്ദ്രസ്ഥാനവും ഉണ്ടാകട്ടെ. വാസവൻ എന്ന് പറഞ്ഞാൽ ഇന്ദ്രൻ, പശ്ചാത് എന്ന് പറഞ്ഞാൽ പിന്നീട് നീ ഒരു മന്വന്തരകാലം ഇന്ദ്രനായിട്ട് ഇരിക്കട്ടെ. പുനഃ മത്സായുജ്യം ച ഭജ. ഇതെല്ലാം കഴിഞ്ഞിട്ട് എന്നിൽ വന്ന് സായുജ്യവും അടയട്ടെ, അല്ലെ സായുജ്യം പ്രാപിക്കട്ടെ. ഇതി തം ബലിം അന്വഗൃണ്ണാഹ. എന്നിങ്ങനെ ആ മഹാബലിയെ നിന്തുരുവടി അനുഗ്രഹിച്ചു. അതായത് സ്വർഗത്തേക്കാൾ ശ്രേഷ്ഠമായ ലോകത്തിലേക്കാണ് ബലിയെ അയച്ചത്. അതായത് സുതലത്തിലേക്കാണ് ബലിയെ അയച്ചതെന്ന് ഇവിടെയും പറയുന്നുണ്ട്. വാതാലയേശ വിപ്രൈഹി സന്താനിതമഖവരഃ. ഗുരുവായൂരപ്പ, ശുക്രാദികളായ ബ്രാഹ്മണരെ കൊണ്ട് മഹാബലിയുടെ യാഗക്രിയകൾ പൂർത്തിയാക്കിയ ത്വം പാഹി നിന്തുരുവടി, എന്നെ രക്ഷിക്കണമേ. മഹാബലിയുടെ യാഗത്തെ പൂർത്തിയാക്കിയ ആ ഗുരുവായൂരപ്പ, എന്നെയും രക്ഷിക്കണമേ. മഹാബലിയെ രക്ഷിക്കാനായിട്ട് അങ്ങ് വാമനരൂപം ധരിച്ചു പോയല്ലോ, അതുപോലെ എന്നെയും രക്ഷിക്കാൻ അങ്ങക്ക് വേണമെന്ന് വിചാരിച്ചാൽ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ എന്നാണ് ഇവിടെ മേൽപ്പത്തൂര് സൂചിപ്പിക്കുന്നത്. ഈ ബലിദർപ്പ ശമനം എന്ന ഈ ദശകം
ഇവിടെ സമാപിക്കുകയാണ്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം നാരായണായേതി സമർപ്പയാമി.